എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ബാങ്കിലേക്കാണ് ഇപ്പോൾ വിതരണം നടന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 6 മാസത്തേതാണ്. 5 മാസത്തേത് നേരത്തെ വിതരണം ചെയ്തു, ഒന്നും കൂടി ചേർത്ത് 6 മാസത്തേതാണ് ഇപ്പോൾ വിതരണം നടന്നത്. 18 മാസത്തേത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇനി എങ്ങനെ എന്നുള്ളത് വ്യക്തമാകുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള മറുപടി നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുമായി, അതായത് കയ്യിൽ പെൻഷൻ വിതരണവുമായി മാർച്ച് ഏപ്രിൽ മാസത്തെ കയ്യിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തന്നെയാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഈ ഇലക്ഷന് മുമ്പ് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും 4000 രൂപ പെൻഷൻ ഒരുമിച്ച് വീടുകളിൽ വിതരണം ചെയ്യുന്നത് 5-ാം തീയതി മുതലേ ആരംഭിക്കുകയുള്ളൂ. 4-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയേ ട്രഷറിയിൽ നിന്നും പണം കൈമാറി കിട്ടുകയുള്ളൂ എന്നാണ് സർവീസ് സംഘങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ. ഇലക്ഷൻ ദിവസം വരെ, അതായത് 9-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കാനാണ് സർക്കാർ സർവീസ് സഹകരണ സംഘങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ വോട്ടിന് പോകുന്നതിന് മുമ്പ് 4000 രൂപ എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ആദ്യത്തെ അറിയിപ്പ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും 9-ാം തീയതിക്ക് മുമ്പ് ഏപ്രിൽ മാസത്തേത് ലഭിക്കും എന്നുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം 5-6 ഗഡുക്കൾ പല ആളുകൾക്കും ലഭിച്ചു. 6 ഗഡുക്കളും ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് 9,600 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. 18 മാസത്തെ 28,600 രൂപ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു, എങ്കിലും ആ ഒരു തുക ലഭിച്ചില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ന് ഇനി ബാക്കി തുക ഉണ്ടാകും എന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ന് സംസാരിച്ചിരുന്നു. അതിന്റെ ഫോൺ കോൾ നിങ്ങൾ കേൾക്കുക. നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ ഹലോ. ആ മാഡം, 5 എണ്ണം കൊടുത്തില്ലേ പെൻഷൻ? കൊടുത്തായിരുന്നു. 6 ഇനി ബാക്കിയുള്ളത് ഇനി എന്നാണ് കൊടുക്കുന്നത് മാഡം? ബാക്കിയുള്ളത് പിന്നെ അത് തീരുമാനമായിട്ടില്ല. ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഇലക്ഷന് മുമ്പ് എങ്ങനെ ഉണ്ടാവോ? ഇലക്ഷന് മുമ്പാണ് അറിയില്ല. ഇത് ഒന്ന് തിങ്കളാഴ്ച അയച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ 5 എണ്ണത്തിൽ ഒന്ന് തിങ്കളാഴ്ച അയച്ചത് കൊണ്ട് ഈ മാസത്തിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റൂല. നമുക്കൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. ഇലക്ഷൻ കഴിഞ്ഞേ കാണുള്ളായിരിക്കാം. എന്തോ അന്വേഷിച്ചിട്ട് പറയാം. 2 ദിവസം കഴിഞ്ഞൊന്ന് വിളിച്ചാൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ടോ? ഓ അല്ല, ആദ്യം പറഞ്ഞിരുന്നതെന്ന് വെച്ചാല് എല്ലാം ക്ലോസ് ചെയ്യുന്നതാണോ, മുടക്കുള്ള എല്ലാം ക്ലിയർ ചെയ്യുന്നു പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു, പിന്നെ ഒരു വട്ടം വിളിച്ചപ്പോ പറഞ്ഞു പകുതിയാണ് ക്ലോസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഫണ്ട് വരെയാണെങ്കിൽ അത് ചെയ്യുമായിരിക്കാം. ഫണ്ട് വന്നാലേ ചെയ്യാം. ഫണ്ട് വരണ അനുസരിച്ച് ചെയ്യുമായിരിക്കാം. ഫണ്ട് ഉണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും. അല്ല മേഡം, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അവധിയല്ലേ. അല്ല മേഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഈ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ പറഞ്ഞ് ഈ സെസ് പിരിക്കുന്നല്ലോ 3 വർഷം കൊണ്ട്. ഇപ്പൊ സെസ് പിരിക്കുന്നുണ്ടല്ലോ 3 വർഷം കൊണ്ട്. 3 വർഷം കൊണ്ട്. അപ്പൊ ഈ പൈസ കൊടുക്കുന്നില്ലേ ഇപ്പൊ? ഈ മുടക്ക് തീർക്കാൻ എന്ന പേരിലാണല്ലോ ഈ സെസ് പിരിച്ചിരുന്നത് സർക്കാർ. സെസ് ഇപ്പോഴല്ലേ അതിന്റെ ഇത് നല്ലതായി വരുന്നതല്ലേ മേഡം? 3 വർഷമായി പിരിക്കാൻ തുടങ്ങിയിട്ട്. വരുന്നതേ ഉള്ളൂ. 3 വർഷമായല്ലോ പിരിക്കാൻ തുടങ്ങിയിട്ട്. 3 വർഷമായി ഇത് പിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഈ മുടക്ക് നികത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് സെസ് പിരിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിന് മുകളിലാണ്. ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ഒരുപാട് പ്രസംഗിക്കാനെന്ന് പറഞ്ഞൂടെ. എനിക്ക് ഇത്ര കാര്യങ്ങള് വ്യക്തമായിട്ട് എനിക്ക് ഒരുപാട് പറയേണ്ടത് ഒരു മീഡിയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി സാർ, ഞാൻ വെക്കുകയാണ്. അങ്ങനെയല്ല മേഡം, നമ്മളൊരു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കൊണ്ടുവന്നാണ് ദൂരേക്കും. ബൈ.